വലിയ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ചേലക്കര നിയോജക മണ്ഡലത്തെ പറ്റി നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ SC/ST ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത, ആദ്യത്തെ വാർത്ത വരുന്നത് എന്താണെന്നറിയോ? ഇവിടെ ആദിവാസികൾ ആട്ടിൻകൂട്ടിൽ കിടന്നുറങ്ങിയതിന്റെ വാർത്തയാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ, നിങ്ങൾ പറയട്ടെ. മറ്റ് പലയിടങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോ ചേലക്കരയിൽ ഒരു ചുക്കും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തീർച്ചയായും അതിൽ കടന്നു പോകുമ്പോൾ കാണുമ്പോൾ ചേലക്കര ഒരു ടൗൺ ആണെന്നാണ്, ചേലക്കര ടൗൺ എന്നാണ് അതിന്റെ പേര്. എങ്ങനെ അത് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്? ഒരു വര പോലെയുള്ള റോഡ് മാത്രമാണ്. 39,000 നിങ്ങൾ ബ്രേക്ക് ചെയ്യണം, നടക്കുന്ന കാര്യമാണോ? അതിനേക്കാൾ ഇപ്പൊ PK ബിജു ഇവിടെ ആലത്തൂരുണ്ടായിരുന്നപ്പോ ഇതിനേക്കാൾ വലിയ മാർജിനിൽ ജയിച്ച ആളാണല്ലോ. അപ്പൊ അത്തരത്തിൽ കോട്ട പൊന്നാപുരം കോട്ട എന്നൊന്നും പറഞ്ഞു വെക്കണ്ട. ഇത് പൊളിക്കാനുള്ള കോട്ടയൊക്കെ പൊളിച്ച ചരിത്രം രമ്യ ഹരിദാസിനുണ്ട്. അത് പൊളിച്ചിരിക്കും. ആളുകൾ അവിടെ പറഞ്ഞത്, ആളുകൾ പൊറുതിമുട്ടിയിട്ട ഇപ്പൊ ഇവിടെ സംസാരിച്ച കൂടുതൽ ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്താ? UR പ്രതിഭനെതിരെയല്ല സംസാരിക്കുന്നത്, പിണറായി വിജയനെതിരെയുള്ള വിധി എഴുത്തായി ഇത് മാറാൻ പോവുകയാണ്. വലിയ 100 ഏക്കർ സ്ഥലം